നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒരു 3 മണിക്ക് ഓഫീസിലേക്ക് വന്നാൽ മതി, ഞാനുണ്ടാവും. ഓക്കെ, ശരി. അളിയ, ചെട്ടിയാർ ഒരുപാട് തവണ വിളിച്ചിരുന്നോ? അളിയനെ കിട്ടിയില്ല. ഞാൻ വിളിച്ചോളാം. പവി, സൈൻ ചെയ്യാനുള്ള ഫയലുകളും അക്കൗണ്ട് രജിസ്റ്റർ എടുക്കാൻ മറക്കരുത്. ഫയലുകളെല്ലാം ഓക്കെയാ. ഇന്നത്തെ അക്കൗണ്ട് ക്ലോസ് ചെയ്ത ശേഷം അതും കൂടി എടുക്കാം. എനിക്കൊന്ന് മാർക്കറ്റിലേക്ക് പോകണം, അതിനാ ഇറങ്ങാന്ന് വിചാരിച്ചത്. തിരിച്ചടവ് മുടക്കുന്നവർ പലതരത്തിലാ. ചിലര് ബിസിനസ് നടക്കാത്തതുകൊണ്ടും മറ്റു ചിലര് മനഃപൂർവ്വവും. ബിസിനസ് നടക്കാത്തവർക്ക് സാവകാശവും, മനഃപൂർവ്വം ലോൺ എടുത്ത് കമ്പനിയെ പറ്റിക്കുന്നവർക്ക് ലീഗൽ നോട്ടീസും കൊടുക്കാനാ ഏട്ടത്തിയുടെ നിർദ്ദേശം. അളിയ, ഇന്നലെ വരെ ഇല്ലാത്ത ശീലങ്ങളാ ഈ ഫയല് കെട്ടിച്ചുമക്കലും അടുക്കളയിൽ കണക്ക് അവതരിപ്പിക്കലൊക്കെ. ഇത് മുളയിലേയും നുള്ളിക്കളയുന്നതല്ലേ നല്ലത്? പവി, ഏട്ടത്തി കൂടി കണക്ക് നോക്കുന്നത് നല്ലതല്ലേ? നമുക്കെന്താ ഒളിച്ചു വയ്ക്കാൻ വല്ലതുണ്ടോ? അതുകൊണ്ടൊന്നുമല്ല. ഈ കമ്പനിയും ബിസിനസ്സൊക്കെ ആയിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളൊന്നുമല്ല, ഏകദേശം 10-30 കൊല്ലമായി. ഇനി ഫയലും താങ്ങി മറ്റൊരിടത്തേക്ക് പോവാന്ന് വെച്ചാൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നൊരു ഭയം. എല്ലാം നമ്മുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്ന പോലല്ലേ? ആയിക്കോട്ടെ, അളിയന് ബുദ്ധിമുട്ടില്ലെങ്കിൽ പിന്നെ എനിക്കെന്താ ബുദ്ധിമുട്ട്? എന്നാ ശരി, ഞാൻ മാർക്കറ്റിലേക്ക് ഇറങ്ങാം. പവിത്ര, ആ ബാംഗ്ലൂർ കമ്പനിയുടെ കാര്യത്തിൽ ഏട്ടത്തിയോട് പറയാനുള്ള മറുപടി കൂടി കണ്ടെത്തി വച്ചേക്കണേ. പോട്ടെ. ഇറങ്ങ്. വീണ, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? നമ്മളൊന്നും മോഷ്ടിക്കാൻ പോകുന്നല്ലോ, ഒരു ഐസ്ക്രീം കഴിക്കാനല്ലേ? ചന്തു, എനിക്ക് ഇങ്ങനെയൊന്നും പരിചയമില്ല. ആരെങ്കിലും കണ്ടാലോ? ചന്തു നിർബന്ധിച്ചതുകൊണ്ടാ ഞാൻ വന്നത്. നീ ടെൻഷൻ അടിക്കണ്ട, നീ ഒന്ന് വന്നേ. വാ വീണേ. വീണേ, നീ ആദ്യം ഒന്ന് റിലാക്സ് ആവ്. നിനക്ക് ഏത് ഐസ്ക്രീമാ വേണ്ടത്? ചന്തുവിന് ഇഷ്ടമുള്ളത് പറഞ്ഞോ. സർ, എന്താ വേണ്ടത്? ഐസ്ക്രീം, സ്പാനിഷ് ഡിലൈറ്റ് 2 എണ്ണം. ഓക്കെ സർ. ഈ ടെൻഷൻ തന്റെ ചന്തം കൂട്ടുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ പറയടോ. ഇങ്ങനെ നേർക്കുനേരിരുന്ന് തൻ്റെ കണ്ണുകളിൽ നോക്കി കുറച്ചു നേരം സംസാരിച്ചിരിക്കാനാ ഞാൻ തന്നെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. ചന്തു, എനിക്ക് പേടിയാവുന്നുണ്ട്. നമുക്ക് പോയാലോ? എടോ, താൻ എന്തിനെങ്ങനെ പേടിക്കുന്നത്? തൻ്റെ കാര്യം ഞാൻ വീട്ടിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. അച്ഛനും അമ്മയും ഒന്നും എതിർപ്പ് പറഞ്ഞിട്ടില്ല. പിന്നെന്താടോ തനിക്ക് പ്രശ്നം? ഓ, ഒന്ന് ചിരിച്ചു കണ്ടല്ലോ. ഇനി പറ, ഞാൻ എന്നാ തൻ്റെ വീട്ടിലേക്ക് പെണ്ണി ഒതുക്കാൻ വരേണ്ടത്? നാളെ വരട്ടെ? അയ്യോ, അല്ലെങ്കിൽ വേണ്ട, ഇന്ന് തന്നെ വന്നേക്കാം. എന്താ? അയ്യോ, ഇപ്പോഴൊന്ന് വീട്ടിലേക്ക് കയറി വന്ന് ചതിക്കല്ലേ. സമയമാകുമ്പോ ഞാൻ പറയാം. ഇപ്പൊ അങ്ങനെ ആയോ? എന്റെ അമ്മ സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതിപ്പിക്കും. അതിനുള്ള ചില്ലറ നമ്പറുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതൊന്നും വർക്കൗട്ട് ആയില്ലെങ്കിൽ പിന്നെ ക്ലീശ സീന, ഒളിച്ചോട്ടം. അയ്യോ, അങ്ങനെ ഒളിച്ചോടാനൊന്നും എന്നെ കിട്ടില്ല കേട്ടോ. എന്നാ താൻ എൻ്റെ കഴുത്തിൽ വർണ്ണമാല അണിയിക്ക്. അപ്പൊ ഒളിച്ചോടുകയും വേണ്ട, നാട് വിടുകയും വേണ്ട. എന്താ?
ആ എന്താ ചോട്ട് ഇവിടെ നിർത്താൻ പറഞ്ഞേ? ഓ ഐസ്ക്രീം പാർലറിൽ കയറാനായിരുന്നോ? ഓ പരീക്ഷയിൽ മാർക്ക് വാങ്ങിച്ചതിന് ഐസ്ക്രീം വാങ്ങിച്ചു തരാന്ന് പറഞ്ഞത് ഓർമ്മ വന്നല്ലേ? ചോട്ടു അതിന് ഇതല്ല, വേറെ സമ്മാനം വാങ്ങിച്ച് ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ട്. വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. അതെന്ത് സമ്മാനാന്നോ അത് പറയില്ല. വീട്ടിലോട്ട് വാ, അപ്പ കണ്ടാ മതി. ഏയ് അത് വേണ്ട. ഇനി ചോട്ട് ചോദിച്ചിട്ട് ഐസ്ക്രീം വാങ്ങി തന്നില്ല എന്ന് വേണ്ട. ചോട്ട് ചെല്ല്, ഞാൻ വണ്ടി തിരിച്ചിട്ട് വരാം. സാർ എന്താ വേണ്ടേ? ചോട്ടു പറ. ഓക്കെ സാർ. ശരി. ചോട്ടു ഇനി നമ്മള് ചേച്ചിക്ക് IPS കിട്ടിയതിന് ശേഷം ഒന്നും കൂടി വരും. അന്ന് ഈ കടയിലുള്ള എല്ലാ ഐസ്ക്രീമും ചോട്ടുവിന് വാങ്ങിച്ചു തരും. അതൊക്കെ തിന്ന് തിന്ന് ചോട്ടുവിന് എന്നെക്കാളും തടിയാവും. വീണേ, നിന്നെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടമായി പോയേനെ.